ചടയമംഗലം പഞ്ചായത്തിലെ തെരുവിൻ ഭാഗത്ത് ബി.ജെ.പി. വാർഡ് സമ്മേളനം ആവേശോജ്വലമായി നടന്നു. സമ്മേളനത്തിന് വാർഡ് കൺവീനർ ശ്രീ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് ഇൻചാർജ് ശ്രീ ജയമോഹനൻ നായർ സ്വാഗതം പറഞ്ഞു. സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വിജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കുരിയോട് മഞ്ചേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ട്രഷറർ ശ്രീ എം. ഹരികുമാർ, പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീ വി. എസ്. ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് തലത്തിൽ ബി.ജെ.പിയുടെ ജനകീയ ഇടപെടലുകൾ കൂടുതൽ ശക്തിപ്പെടുത്താനും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പുതുചൈതന്യം നൽകാനും സമ്മേളനം വിവിധ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയതാം കാവിപ്പതാകെ, ഞങ്ങളുടെ പ്രിയതാം കാവിപ്പതാകെ, കുങ്കുമഹരിതേ കാവിപ്പതാകെ, കുങ്കുമഹരിതേ കാവിപ്പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ. ലോ ഭാരത് മാതാ കേ ജയ്, ലോ ബി.ജെ.പി. കേ ജയ്. അധ്യക്ഷൻ ശ്രീ സുരേഷിനെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഞാനിവിടെ വന്ന കാലം മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ പാർട്ടിയെ എന്നെ ഇവിടെ അടുപ്പിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം എനിക്ക് ഇവിടെ ആരെയും പരിചയമില്ലായിരുന്നു. എല്ലാ മീറ്റിങ്ങിലും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വേണ്ട എല്ലാ പ്രചോദനവും നൽകിയ എൻ്റെ നല്ല ഒരു അനുജനാണ് ശ്രീ സുരേഷ്. സുരേഷിനെ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഉദ്ഘാടകൻ ശ്രീ വിജയമോഹൻ സാർ ചുരുങ്ങിയ കാലയളവിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാനതല അംഗവും കൂടിയാണ്. അദ്ദേഹമായിട്ട് ഞാൻ ഈ ഒരു തുച്ഛമായ ഒരു സമയത്തിലാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെടാമെങ്കിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകനും എല്ലാവരെയും നേരെ മാർഗത്തിലേക്ക് നയിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു എൻ്റെ പ്രായത്തിലുണ്ടാകും ജ്യേഷ്ഠത്തിൻ്റെ കൂട്ടാം അദ്ദേഹത്തിനും ഈ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ മഞ്ചേഷിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഓരോ ജീവജാലകങ്ങൾക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചടയമംഗലത്ത് എപ്പം ചെന്നാലും ചിരിച്ച മുഖത്തോടുകൂടി അവിടെ ആൾക്കാർക്കുള്ള എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം നിൽക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനായാലും ഒരു പഞ്ചായത്ത് പ്രശ്നമുണ്ടെങ്കിലും മഞ്ചേഷനായാലും നമ്മളൊരു കാൾ വിളിച്ച് പറയാം മഞ്ചേഷൻ ഇന്നൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അനുജനെ പോലെ കാണുന്ന ശ്രീ മഞ്ചേഷ് കുരിയോടിനെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ശ്രീ ഹരി, എൻ്റെ കുടുംബാംഗവും നമുക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഏത് സമയത്തും ഉണ്ടായാലും വിളിക്കുകയും ഓരോ മീറ്റിങ്ങിനും എന്നെ വിളിച്ചിട്ട് പറയും ജയമാണ്ണ ഇന്ന പോലെ ഒരു ആവശ്യമുണ്ട്, ഇന്നടുത്ത് വരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അപ്പം ഇന്നത്തെ ഇവിടുത്തെ ഈ തിരുമ്പാകം വാർഡ് കമ്മിറ്റിയുടെ ബൂത്ത് തല സമ്മേളനത്തിന് എത്തിച്ചേർന്ന അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ നമ്മുടെ ഈ പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ആൾക്കാരെയാണ് പ്രതീക്ഷിച്ചത്. 50 ചെയറുകൾ കൊണ്ടിട്ടു. ഇതിപ്പം ചില പോളിറ്റ് ബ്യൂറോ കൂടുതലായിപ്പോയി. എങ്കിൽ തന്നെയും ഇത്രയും ആൾക്കാർ ഇവിടെ സഹകരിച്ചാൽ എല്ലാവരുടെയും വ്യക്തിപരമായിട്ട് ഓരോരോ വ്യക്തികളോടും നിങ്ങളുടെ എല്ലാവരോടും ഈ തിരുവമ്പാകം വാർഡ് കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ വാർഡ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സുരേഷ്, നമ്മുടെ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ മഞ്ചേഷ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ധനകാര്യമന്ത്രി ശ്രീ ഹരി, അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി അംഗമായ ശ്രീ പോരേടം രവിയണ്ണൻ, നമ്മുടെ ഏത് കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്ന മണ്ഡലം കമ്മിറ്റി അംഗമായ ശ്രീ ഉദയൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ള പാർട്ടിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരി, പാർട്ടിയുടെ ചുമതലക്കാർ. നമ്മുടെ ഈ വാർഡ് സമ്മേളനത്തിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി നമുക്കെല്ലാം അറിയാം. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മളിവിടെ കൂടിയിരുന്നതാണ്.
നമ്മുടെ ഈ വോട്ടർ പട്ടിക പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി 2 ആഴ്ച മുമ്പ് നമ്മളിവിടെ കൂടുകയും ഇവിടെ പ്രധാനപ്പെട്ട ഈ വാർഡിലെ ചുമതലക്കാരെല്ലാം ഇവിടെ കൂടുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചിലർക്കെങ്കിലും ചിലപ്പോൾ ചെറിയ ഒരു പുഞ്ചരി മനസ്സിൻ്റെ കൂണുകളിൽ അറിയാതെ ഒഴുകിയെത്താറുണ്ട് നമുക്ക് അധികാരം പിടിക്കാൻ കഴിയുമെന്നുള്ളത്. 1.5% വോട്ടിൽ നിന്നും 40% വോട്ടിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രവർത്തനം നടത്താതെ എത്തിയ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. എവിടെയാണ്? നമ്മുടെ ത്രിപുരയിൽ 1.5% വോട്ടേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ 20% വോട്ട് ഷെയർ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി. ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഓരോ പാർട്ടികളും എവിടെ നിൽക്കുന്നുള്ളത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന CPM പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു? LDF എന്ന് പറയുന്നത് 12 സംഘങ്ങളുള്ള 12 പ്രധാനപ്പെട്ട കേരളത്തിലെ കക്ഷികളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് LDF എന്ന് പറയുന്നത്. അവരൊരുമിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുപോലെ UDF എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികളും വർഗീയ സംഘടനകളുമായ മുസ്ലിം ലീഗ് അടക്കമുള്ള ഈ സംഘടനകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മതേതരത്വം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഈ UDF എന്ന് പറയുന്ന പ്രസ്ഥാനവും. അവർക്കും ഏതാണ്ട് 10-11 അംഗ സംഘടനകളുണ്ട്. അങ്ങനെ ഇത്രയും സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. നമുക്ക് കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് ഈ ചില ഘടക കക്ഷികളുണ്ട് എന്ന് പറഞ്ഞാലും അതിലൊന്നും നമുക്ക് അടിവേരുകളോ അടിത്തറയോ ഉള്ള പ്രസ്ഥാനങ്ങളല്ല ഈ കേരളത്തെ സംബന്ധിച്ചോളം. അതിനകത്ത് കുറച്ചെങ്കിലും പേരുള്ളത് നമ്മൾ BDJS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മാത്രമാണ്. ഈ BDJS നമ്മുടെ കൂടെയാണ് എന്ന് പറയുമ്പോഴും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ഈ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. ആ പ്രസ്ഥാനത്തിൽ നിന്നും ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ ഈ CPM എന്ന് പറയുന്നത് വെറും വട്ടപൂജ്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ നമുക്ക് BDJS മാത്രമാണ് നമുക്കൊരു 4 പേരെ തികച്ച് കേരളത്തിൽ എടുക്കാൻ കഴിയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്നുള്ളത്. പിന്നെ നമുക്കൊരു 5-6 ഘടകകക്ഷിയുടെ പേരെഴുതി വെക്കാം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ ചടയമംഗലത്തോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലൊന്നോ ഈ പ്രസ്ഥാനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള അടിവേരുകളുമില്ല. അടിവേരുകളുള്ളത് അവർക്കാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്കല്ല, 28 സംഘടനകൾ, ഈ വിവിധ ക്ഷേത്രങ്ങളിലായി 28 സംഘടനകൾ നമ്മുടെ ഈ ചടയമംഗലം മണ്ഡലത്തിൽ ഈ RSSന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 28 സംഘടനകളുണ്ട്. അത് നമുക്ക് കുറേ സംഘടനകൾ നമുക്കറിയാം. BMS ക്ഷേത്ര സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും അങ്ങനെയുള്ള കുറച്ച് സംഘടനകൾ അറിയാമെന്നറിയാൽ നമുക്കറിയപ്പെടാത്ത കുറച്ചെങ്കിലും ആളുകളുള്ള 28ഓളം സംഘടനകൾ ഈ ചടയമംഗലം മണ്ഡലത്തിൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ഇവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഒരു കുടുംബമാകുന്നത്. ഈ കുടുംബം ചേർന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചാർജ് എടുത്തപ്പോൾ അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരം പിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം വിശ്രമമില്ലാത്ത ഒരു പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്രമമില്ല. ഇനി വരാൻ പോകുന്നത് നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൽ 30-ാം തീയതി നമ്മുടെ മേഖലാ സമ്മേളനം നടക്കാൻ പോകണം. മേഖലാ സമ്മേളനം എന്നുവെച്ചാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ മേഖലകളിലെ നമ്മുടെ പ്രവർത്തകരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട്, പ്രധാനപ്പെട്ട പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ വൈക്കൽ അരോമ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ മേഖലാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. മേഖലാ സമ്മേളനം കൊണ്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അവിടെ നമ്മുടെ മണ്ഡലം സമ്മേളനം നടക്കാൻ പോവുകയാണ്. അത് ഈ സെപ്റ്റംബർ മാസം 30-ാം തീയതിക്കകത്ത് എല്ലാ വാർഡ് തലം വരെ ഈ സമ്മേളനങ്ങളിൽ എത്തി നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വികസന അജണ്ട എന്താണെന്ന് നമ്മൾ ബഹുജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമുക്ക് അധികാരം കിട്ടത്തില്ല. അധികാരം കിട്ടണമെങ്കിൽ അടിത്തറയിൽ ഇറങ്ങി, അടിത്തട്ടിലുള്ള ജനങ്ങളുമായി സംവാദം ചെയ്തുകൊണ്ട് നമുക്ക് അവരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ കഴിയണം. നമുക്കറിയാം, ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ വേണ്ടി വ്യാപൃതരായി നിൽക്കുന്നവരായിട്ടുണ്ട്. അത് CPM ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ. ഈ ചടയമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമുക്ക് പറയാം, കോൺഗ്രസ് എന്ന് പറയുന്നത് നിഷ്പ്രഭമായ ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ ആളുകളില്ലാത്ത, അണികളില്ലാത്ത ഏതാനും ചില നായകന്മാർ, കുറെ നേതാക്കന്മാർ മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവിടെ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂങ്കോട് എന്തുകൊണ്ടാണ് തോറ്റുപോയതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ വൈകല്യം അതിനകത്തുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അപ്പോൾ അവർക്ക് അവിടെ ഈ പഞ്ചായത്തിൽ ആകപ്പെടെ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് നമ്മളെ തോൽപ്പിച്ചത്, അല്ലേ? നമ്മുടെ ഈ തെരുവിൽ ഭാഗത്ത് നമ്മളെ 2ാം സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ച ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ഈ 15 വാർഡുണ്ടായിരുന്ന ഇവിടെ നിന്ന് കോൺഗ്രസ് ജയിച്ച ഒരു വാർഡിലാണ്. അത് നമ്മളെത്ര വാർഡ് ജയിച്ചു? നമ്മൾ 3 വാർഡിൽ ജയിച്ചു. ഈ ചടയമംഗലം മണ്ഡലത്തിൽ നമ്മൾ 3 വാർഡിൽ ജയിക്കുകയും 6 വാർഡുകളിൽ നമ്മൾ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അവിടെ തന്നെ ഹരി തന്നെ ചോദിച്ചത് 22 വോട്ടിനാണ് ഹരി തോറ്റുപോയത്. 22 വോട്ടിനാണ് തോറ്റത്. നമ്മുടെ പല വാർഡുകളും തോക്കുന്നതെല്ലാം തുച്ഛമായ വോട്ടുകൾക്കാണ്. നമ്മൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ വാർഡുകളെയും നമ്മൾ 1ാം സ്ഥാനത്തെത്തിക്കുകയും
ഒന്നാം സ്ഥാനം നിലനിർത്തിയ വാർഡുകൾ നമ്മൾ നിലനിർത്തുകയും ചെയ്താൽ ഈ ചടയമംഗലം പഞ്ചായത്തിൽ അടുത്ത പ്രാവശ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയായിരിക്കും. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ചടയമംഗലം പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അടുത്ത പ്രാവശ്യം അധികാരത്തിലെത്തും എന്ന കാര്യത്തിലൊക്കെ സംശയമില്ല. നമ്മുടെ ആ പതാക ഉയർത്തിക്കൊണ്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് 23,642 വാർഡുകൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ട്. ഈ 23,642 വാർഡുകളിൽ 15,000 വാർഡുകളിൽ വിജയിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അമിത്ഷാ നിരന്തരം ഇപ്പോൾ കേരളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കേരളത്തിൽ വന്നു, ഇന്ന് കേരളത്തിലുണ്ട്, 30-ാം തീയതി കേരളത്തിൽ വരുന്നുണ്ട്, 5-ാം തീയതി കേരളത്തിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ വികസന രേഖകൾ കൈപ്പറ്റാൻ വേണ്ടി അമിത്ഷാ വരുന്നുണ്ട്. അപ്പം ഈ അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര നേതാക്കന്മാർ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കേരള സംസ്ഥാനത്തെയാണ്. കേരളം അധികാരം പിടിക്കുക എന്നുള്ളതാണ്. ഈ കേരളത്തിൽ അധികാരം പിടിക്കണമെങ്കിൽ അതിന് മുന്നോടിയായി നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചേ പറ്റുള്ളൂ. നമുക്ക് വിജയിക്കണം, കേരളത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 9 വാർഡുകൾ, 15-ൽ 9 വാർഡ്. ഇപ്പൊ നമുക്ക് ഒരു വാർഡ് ഇവിടെ കൂടി 16 വാർഡായി. ഈ 16 വാർഡുകളിൽ നമുക്ക് 10 വാർഡിൽ ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ നമുക്കറിയുന്നില്ല നമ്മുടെ ബലമെന്താണ്. നമുക്ക് വോട്ട് ചെയ്യാൻ നിരവധി ആളുകൾ മറ്റു നമ്മൾ ഇറങ്ങി പൊതുജനങ്ങളുമായി സംസാരിക്കുമ്പോൾ, സംവദിക്കുമ്പോൾ, അവരിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പറഞ്ഞു, നിങ്ങളാണ് യഥാർത്ഥത്തിൽ കറക്റ്റിന്റെ നേരായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. നമുക്കറിയാം 1990 എന്ന് പറയുന്ന വർഷത്തിൽ നമ്മുടെ കാശ്മീരിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥ നമുക്കറിയാം. നമ്മൾ മറന്നു പോകാൻ കഴിയുന്നതല്ല. ഈ കാശ്മീരിലെ ഏറ്റവും മികച്ച ജനവിഭാഗമായിരുന്നു അവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച അവിടുത്തെ തൊഴിൽശാലകൾ, അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ, അവിടുത്തെ കൃഷിസ്ഥലങ്ങൾ, അവിടുത്തെ കന്നുകാലികൾ, എല്ലാ സർവ്വവും അടക്കി ഭരിച്ചിരുന്ന ഹിന്ദു എന്ന് പറയുന്ന ആ വിഭാഗത്തെ 1990-ൽ അവിടെ കൊന്നൊടുക്കിയ ഒരു വർഗീയ വിഭാഗം ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്നിവിടെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ കൊന്നെടുക്കുകയും 10,000-കണക്കിന് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം നമ്മുടെ ചരിത്രത്തിലുണ്ട്. നമുക്ക് വായിച്ചു മനസ്സിലാണ്, ചരിത്രത്തിന്റെ ഭാഗമാണത്. അവിടെ ചോദിക്കാൻ ആരും ഉണ്ടായില്ല, ഒരു പത്രമാധ്യമങ്ങളിൽ വന്നില്ല, ഒരു ചാനലുകാരും അത് പ്രസിദ്ധീകരിച്ചില്ല. എന്നാൽ ഒരുപാട് നാളായില്ല, 1990-ലാണ്. ആ 90 കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജീവനും കൊണ്ട് അവിടുന്ന് പലായനം ചെയ്തു. ആ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പലായനം ചെയ്തു. ജീവൻ മാത്രം, ഉടുതുണി മാത്രം കൊണ്ട് പലായനം ചെയ്ത് ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ടാർപ്പ കിട്ടിക്കഴിഞ്ഞ, വർഷങ്ങളായി ടാർപ്പ കിട്ടിക്കഴിഞ്ഞ ഒരു വിഭാഗമായിരുന്നു അവിടുത്തെ ഹിന്ദുക്കൾ. നമുക്കറിയാം, ഈ കാശ്മീർ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമല്ല, ഒരു സംസ്ഥാനമല്ല. അതാണ് ഹിന്ദുക്കളുടെ അധിവസിച്ചിരുന്ന, ഹിന്ദുക്കളുടെ മാത്രമായ ഒരു രാജ്യമായിരുന്നു ഈ സംസ്ഥാനമായിരുന്നു അത്. അവിടെയാണ് നമുക്ക് ഈ ദുർഗതി ഉണ്ടായത്. അവിടെ ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ മുസ്ലിം സമുദായങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ മനുഷ്യ വേട്ട നടത്തിയത്, മനുഷ്യ കൊല നടത്തിയത്. ലക്ഷക്കണക്കിന് ആളുകളെ, 3 ലക്ഷം ഹിന്ദുക്കളെയാണ് അവിടെ വെട്ടിക്കൊന്നുകളഞ്ഞത്. അപ്പോൾ അവസാനം നരേന്ദ്രമോദി വരേണ്ടി വന്നു അവരെ പുനഃസ്ഥാപിക്കാൻ. അവരെ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി 2014-ൽ വന്നപ്പോഴാണ് അവർക്ക് ഒരു മോചനം ഉണ്ടായത്. അത് നമ്മുടെ കേരളത്തിൽ അന്യമല്ല. നമുക്കറിയാം 1921-ൽ മലബാർ കലാപം നമുക്കൊന്നും മറക്കാൻ കഴിയില്ല. ഈ പോരേടും അതുപോലുള്ള പ്രദേശങ്ങളുമൊക്കെ ചില പ്രത്യേക മതക്കാരുടെ ആധിപത്യത്തിന്റെ അധീനതയിൽ വരേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് തീവ്രവാദ പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കുന്ന 2 മുന്നണികൾ നമ്മുടെ കേരളത്തിലുള്ളിടത്തോളം കാലം ഈ ഹിന്ദുവർ ഒരിക്കലും സുരക്ഷിതരല്ല. അവർ സുരക്ഷിതരാണെങ്കിൽ അവർ സ്വയം സംഘടിക്കണം. അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളർച്ചയും വളക്കൂറും നമ്മുടെ മണ്ണിൽ ഉണ്ടാവണം. അതുണ്ടായില്ലെങ്കിൽ നമുക്കൊന്നും ഒരു കാലത്തും ഇവിടെ നിൽക്കാൻ കഴിയില്ല. നാളെ നമുക്ക് ഇങ്ങനെ നടക്കാൻ കഴിയും എന്നൊരു സാഹചര്യം നമുക്കില്ല. നമുക്കറിയാം, PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ആ പ്രസ്ഥാനത്തിൽ എന്താണ് അവർ ലക്ഷ്യമിട്ടത്? 2047 എന്നൊരു വർഷമുണ്ടെങ്കിൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടും എന്ന തരത്തിൽ ഒരു കാര്യങ്ങൾ നീക്കിയതാണ്. അത് മനസ്സിലാക്കിയതാണ് നരേന്ദ്രമോദിയാണ്. അങ്ങനെയാണ് നരേന്ദ്രമോദി ഈ PFI എന്ന് പറയുന്ന ഏറ്റവും വലിയ വർഗീയ കക്ഷികളെ അവിടെ നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ഈ PFIയെ നിരോധിച്ചെങ്കിലും ഇപ്പോഴും സ്ലീപ്പിംഗ് സെല്ലുകൾ നമ്മുടെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാതെ, നമ്മളറിയാതെ നമ്മുടെ വീടിന്റെ ചുറ്റും, നമ്മുടെ വീടിന്റെ അയൽവക്കങ്ങളിൽ സ്ലീപ്പിംഗ് സെല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ്? മുസ്ലിം തീവ്രത വളർത്തുക, വർഗീയത വളർത്തുക, വർഗീയത ആളിക്കത്തിക്കുക, വർഗീയതയായി എത്രത്തോളം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ കഴിയുമോ ആ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് അവർ പോവുക. അപ്പൊ അവരെ തടയിടേണ്ടത് നമ്മളാണ്. ഭാരതീയ ജനതാ പാർട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് പുറത്തിറങ്ങി മാനം മര്യാദയായി നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. അത് നമ്മളത് മനസ്സിലാക്കണം. 1990-ൽ കാശ്മീരിൽ നടന്നത് അവരുടെ വസ്തുവകകളെല്ലാം, എല്ലാ വസ്തുവകളും, അവിടെ വ്യവസായശാലകൾ, അവിടെ കൃഷിസ്ഥലങ്ങൾ, അവരുടെ കന്നുകാലികൾ, അവരുടെ തൊഴുത്തുകൾ, അവരുടെ ഭാര്യമാർ, എല്ലാം ഇവർ കൊണ്ടുപോയി, മുസ്ലിങ്ങൾ കൊണ്ടുപോയി. അതൊന്നും പാകിസ്ഥാനിൽ നിന്ന മുസ്ലിങ്ങളല്ല കൊണ്ടുപോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ നിന്നവരല്ല, അവരുടെ ചുറ്റും താമസിച്ചിരുന്നവർ, അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചവർ, ഒരേ പാലിൽ കിടന്നുറങ്ങിയിൽ അവരാണ്
ഈ ഇത്രയും വലിയ വർഗീയ കലാപവും ഇത്രയും വലിയ നരഹത്യയും ഈ കാശ്മീർ നടത്തിയത്? അവരവിടെ ഒരു ആക്ട് കൊണ്ടുവന്നു, റോഷ്നി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു. റോഷ്നി ആക്ട് എന്ന് പറഞ്ഞാൽ 100 രൂപ അടച്ചാൽ, കാരണം ഇവിടുന്ന് പലായനം ചെയ്ത ഹിന്ദുക്കളുടെ വസ്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി 100 രൂപ അടച്ചാൽ അവർക്ക് ആ വസ്തുക്കൾ അവരുടെ പേരിലേക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു നിയമം അന്ന് കാശ്മീർ ഗവൺമെന്റ് കൊണ്ടുവന്നു. മുസ്ലിം അവരെ കൊണ്ടുവന്നത്. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അവിടെ ഭരിക്കുന്നത് കാശ്മീർ ഭരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ കേന്ദ്രം ഭരിക്കുന്നതും കൃഷ്ണനാണ്. 100 രൂപ അടച്ചാൽ, ഇപ്പം ഇവിടെ ജയമോഹൻ ചേട്ടൻ ഇവിടെ താമസിക്കുന്നു, ഒപ്പുറത്തിരിക്കുന്ന അബ്ദുള്ളയാണ് താമസിക്കുന്നത്. ഇവിടെ ഇതുപോലെ വർഗീയ കലാപമുണ്ടായി, നമ്മുടെ ഹിന്ദുക്കളെല്ലാം നാട് വിട്ടുപോയി അല്ലെങ്കിൽ വെട്ടിക്കൊന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ താമസിക്കാൻ നിവൃത്തിയില്ലാതെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? 100 രൂപ അബ്ദുള്ള അടച്ചാൽ ഈ വസ്തുവകളെല്ലാം അബ്ദുള്ളയുടെ പേരിലേക്ക് മാറപ്പെടുന്ന ഒരു നിയമമാണ് റോഷ്നി ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്യും? ഈ വസ്തുവകളെല്ലാം അവരുടെ അധീനതയിലായി, ഹിന്ദുക്കൾക്കൊന്നുമില്ലാതായി. അവർ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ടാർപ്പ കൊണ്ട് മറച്ച് കുടുംബം താമസിക്കേണ്ട ഒരു സ്ഥിതിയുണ്ടായി. എത്രയോ വർഷങ്ങളായി. ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വയം സംഘടിക്കാൻ തയ്യാറാണ്. നമുക്കറിയാം, ഈ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മളല്ല, നമ്മുടെ ഹിന്ദു സഖാക്കന്മാരാണ്. ഹിന്ദു സഖാക്കന്മാരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അവരെന്നാണ് പറയുന്നത്, അവർ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, CPM-ന് വേണ്ടി, CPI-ക്ക് വേണ്ടി, അതുപോലെ തന്നെ കോൺഗ്രസുകൾക്ക് വേണ്ടി സധൈര്യം സവിസ്തരം പ്രതിപാദിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. അവരറിയുന്നില്ല വരാൻ പോകുന്ന വിപത്തുകൾ എന്താണെന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ, ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഘടനവാദ പ്രവർത്തനങ്ങൾ, 2 രാജ്യത്ത് പൗരത്വമുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അയാളാണ് ഇപ്പോൾ ഈ വോട്ടുവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ സുരേഷ് ഗോപിക്ക് തന്നെ 74,586 വോട്ടിൽ ജയിച്ച ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കള്ള വോട്ട് ചെയ്താണ് ജയിച്ചതെന്നാണ് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത്. അതാണ് ഇവിടുത്തെ ഒരു മെഷീനറിയും, ഇവിടെ വോട്ട് ചേർക്കാനുള്ള ഒരു മെഷീനറി നമുക്കില്ല, ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം UDF-ന്റെ കയ്യിലാണ്. നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ നമുക്കുള്ള സ്വാധീനം വളരെ തുച്ഛമായ സ്വാധീനം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ സർക്കാർ സർവീസിൽ നിന്ന് വന്ന ആളാണ്, എനിക്കറിയാം. ഞാൻ അന്ന് LDF-ന്റെ ഭാഗമായി സഞ്ചരിച്ച ആളാണ്. ഞാൻ അതിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ആളാണ് ആ സംഘടനയുടെ. നമുക്കറിയാം, ഞാൻ ഒരു ഇലക്ഷന്റെ ചുമതലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിട്ടേണിംഗ് ആവേശം ഇരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും കൃത്രിമം കാണിച്ചിട്ടുള്ള ആളാണ്. ഞാൻ കള്ളം പറയുന്നില്ല, ഞാനും ഇടതുപക്ഷത്തിന് വേണ്ടി കൃത്രിമം കാണിച്ചിട്ടുള്ള ആളാണ്. കാരണം ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ വേണ്ടി 10-100 വോട്ടൊക്കെ മറിക്കാനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മൾ ഇപ്പോഴല്ലേ വോട്ട് കേന്ദ്രം, അന്ന് വോട്ട് എണ്ണുകയാണ്. നമ്മൾ വോട്ട് എണ്ണുമ്പോൾ നമുക്ക് ഒരു 10-100 200 വോട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു വാർഡിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരാണ് വോട്ട് ചേർക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ വോട്ടിന്റെ എല്ലാ പ്രക്രിയകളും ചെയ്യുന്നത്. അതിനകത്ത് സുരേഷ് ഗോപിക്ക് എന്താണ് കാര്യം? അതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്താണ് കാര്യം? അത് കളക്ടറുടെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് ഈ ഇലക്ഷന്റെ പ്രക്രിയകളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് അതിനകത്ത് ഒരു കാര്യമില്ല, നമുക്ക് സ്വാധീനം ചെലുത്താനും കഴിയില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി കഴിക്കുന്നതാണ്. ഈ നായനാർക്ക് ഇപ്പോഴും വോട്ടുള്ള ആളാണ്. ഈ കണ്ണൂരിലെ ആ ഒരു പോളിംഗ് ബൂത്തിൽ നായനാർക്ക് ഇപ്പോഴും വോട്ടുണ്ട്. നായനാർക്ക് വോട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും വോട്ടുണ്ട്. അപ്പൊ അങ്ങനെ കള്ളവോട്ടുകൾ ചെയ്ത് ശീലിച്ച്, കള്ളവോട്ടുകൾ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ നമ്മുടെ CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അവരാണ് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നമ്മളാണ് കള്ളവോട്ട് ചെയ്യുന്നതെന്നാണ്. നമുക്ക് കള്ളവോട്ടാണ് നമുക്ക് വിശദീയില്ല. പക്ഷെ നമുക്ക് കള്ളവോട്ട് വേണ്ട, നമുക്ക് തിരിച്ചും നിയമാനുസൃതമായ മാർഗത്തിൽ കൂടെ അധികാരം പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രയാണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഈ വരുന്ന ഒക്ടോബർ മാസം വരെ നമുക്ക് വിശ്രമമില്ലാത്ത നാളുകളാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ ഗൗരവപൂർവ്വം നടത്തേണ്ടിയിരിക്കുകയാണ്. നമ്മൾ വാർഡ് സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ 26-ാം തീയതിക്കകത്ത് നമുക്ക് നമ്മൾ ജയിച്ച വാർഡുകളിൽ നമ്മൾ വിജയരേഖയും അതുപോലെ തന്നെ നമ്മൾ തോറ്റ വാർഡുകളിൽ നമ്മൾ കുറ്റപത്രവും തയ്യാറാക്കി കൊടുക്കണം. കുറ്റപത്രം പറഞ്ഞാൽ നമ്മൾ ഈ വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന രേഖകൾ എന്തൊക്കെയാണ് ഈ വാർഡിന്റെ ആവശ്യങ്ങൾ, അത് ഇവിടെ നിലവിലുള്ള വാർഡ് പ്രതിനിധി എന്തൊക്കെ നടപ്പിലാക്കി, അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഈ വാർഡിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ സമഗ്രമായി പഠിക്കുകയും ആ പഠിച്ച് ഒരു രേഖ തയ്യാറാക്കുകയും ചെയ്യണം. അതാണ് കുറ്റപത്രം എന്ന് പറയുന്നത്. നമ്മുടെ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ചുമതലക്കാരൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ചുമതലക്കാരന്റെ ജോലി മാത്രമല്ല, നമ്മൾ എല്ലാവരും ചേർന്ന് കുറ്റപത്രം തയ്യാറാക്കണം. അതുപോലെ തന്നെ നമ്മൾ 26-ാം തീയതി തന്നെ നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടുള്ള, നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി കൊടുക്കേണ്ടതായിരുന്നു സമാന്തര വോട്ടർ പട്ടിക. ഈ സമാന്തര വോട്ടർ പട്ടിക നമ്മൾ ബീഹാർ മോഡലിലാണ്. ബീഹാറിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ഒക്കെ നമ്മൾ അധികാരം പിടിച്ചത് ഈ സമാന്തര വോട്ടർ പട്ടിക നമ്മൾ നിർമ്മിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ സമാന്തര വോട്ടർ പട്ടിക നമ്മൾ നിർമ്മിച്ച് തയ്യാറാക്കി കൊടുക്കണം എന്ന് നമ്മുടെ പാർട്ടി വളരെ നാളുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടും ഇതുവരെ നടക്കാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് അന്ത്യശാസനം ഇപ്പൊ നമ്മുടെ അമിത്ഷാ അന്തരിക്കാണ് 26-ാം തീയതിക്കകത്ത് നമ്മൾ ഈ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കി നമ്മുടെ മണ്ഡലത്തിൽ കൊടുക്കണം, ജില്ലയിൽ കൊടുക്കണം,
ജില്ലയിൽ സംസ്ഥാനത്ത് കൊടുക്കും. സംസ്ഥാനത്ത് നിന്നെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്രത്തിൽ അമിത്ഷാ വരുമ്പോൾ അദ്ദേഹത്തിന് സമർപ്പിക്കും. എന്താണ് സമാന്തര പട്ടിക? നമ്മുടെ വാർഡിൽ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായി വോട്ട് ചെയ്യുന്നവരുടെ ഒരു പട്ടിക പ്രത്യേകം. ഏത് സാഹചര്യം വന്നാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന വിഭാഗം. 2, നമ്മുടെ അനുഭാവി വോട്ടുകൾ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ. 3, നിഷ്പക്ഷ വോട്ടുകൾ. അപ്പം ഇങ്ങനെ 3 കാറ്റഗറി. അതുപോലെ ഒരു വിഭാഗം കൊണ്ടുണ്ട് ആണ് 4. നമുക്ക് വോട്ട് വീതം വർദ്ധിപ്പിക്കുക, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക, മറ്റ് പാർട്ടികളിൽ നമുക്ക് വോട്ട് എത്രത്തോളം ശേഖരിക്കാൻ കഴിയും എന്നുള്ളത്. അങ്ങനെ 4 കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് നമ്മളൊരു സമാന്തര വോട്ടർ പട്ടിക. അപ്പോൾ സമാന്തര വോട്ടർ പട്ടിക ബേസ് എന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന വോട്ടർ പട്ടികയാണ്. ഈ വോട്ടർ പട്ടിക നമ്മൾ പഠിക്കുക, പരിശോധിക്കുക. ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരുടെ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കുക. അടുത്തത് നമ്മുടെ അനുഭാവി വോട്ടുകൾ. നമുക്കറിയാം, ഒരു വാർഡിൽ നമുക്ക് ചിലപ്പോൾ ഈ വാർഡ് എടുത്തു നോക്കിയാൽ ഇവിടെ 1200 ചിലവാണ് വോട്ടാണ് നമ്മൾ ഈ വാർഡിലുള്ളത്. ഈ 1200 വോട്ടുകളിൽ നമുക്ക് ചിലപ്പം ഒരു 200 വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമായി ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിലും വോട്ട് മാറി ചെയ്യാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെയ്യുന്നവരുണ്ടാവും. അത് നമ്മുടെ ഒരു പ്രത്യേക വിഭാഗം. അതാണ് നമ്മുടെ ഉറച്ച വോട്ടുകൾ. 2, നമ്മുടെ അനുഭാവ വോട്ടുകൾ. നമ്മുടെ ഒരുപാട് അനുഭാവ വോട്ടുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഇവിടെ 2ാം സ്ഥാനത്ത് നമ്മൾ തുച്ഛമായ വോട്ടുകളാണ് നമ്മൾ തോറ്റുപോയത്. അപ്പൊ അനുഭാവി വോട്ടുകൾ. 3, നമുക്ക് അറിയാം എന്താണ് നിഷ്പക്ഷ വോട്ടുകൾ. കാരണം ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടാതെ ആടി നിൽക്കുന്ന വോട്ടുകൾ, അവരെ നമുക്ക് നമ്മുടെ പട്ടികയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അങ്ങനെ അവരുടെ ഒരു ലിസ്റ്റ്. പിന്നെയാണ് നമുക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് വോട്ടുകൾ എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അവരുടെ ഒരു ലിസ്റ്റ്, അവരുടെ പേര്, അവരുടെ സീരിയൽ നമ്പർ, നമ്മുടെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ. ഇപ്പോൾ 1ാമത്തെ പേര് നമ്മുടെ ജയമോഹൻ ചേട്ടന്റെ ആണെങ്കിൽ ജയമോഹനുള്ള വീട്ടുപേര്, ഫോൺ നമ്പർ, അങ്ങനെ നമ്മുടെ ഉറച്ച വോട്ടുകളുടെ പേര് ലിസ്റ്റ് മൊത്തം തയ്യാറാക്കുക. 2ാമതായിട്ട് വേറെ അടുത്ത ലിസ്റ്റ് എന്താണ്? നമ്മുടെ അനുഭാവി വോട്ടുകൾ. അതും ഇതുപോലെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ. അപ്പോൾ സീരിയൽ നമ്പർ എഴുതേണ്ട ഏതാണ്? നമ്മുടെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നിഷ്പക്ഷ വോട്ടുകൾ. അത് കഴിഞ്ഞാണ് മറ്റു പാർട്ടിയിൽ നമുക്ക് വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ ആ വോട്ടുകൾ. അത് നമ്മൾ 26-ാം തീയതി നമ്മുടെ പാർട്ടി അന്ത്യശാസ്ത്രം തന്നിരിക്കുകയാണ്, നമുക്ക് അടിയന്തരമായി തയ്യാറാക്കി കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, കടമ, ചുമതല ഈ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു അമാന്തവും ഉണ്ടാവരുത്. അതിന് ഏത് പാർട്ടിയുടെ ഘടകത്തിലുള്ള നേതാക്കന്മാരായാലും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അത് നിസ്സാരമായി കാണാൻ കഴിയില്ല, കുറച്ച് സമയമെടുക്കും. അപ്പം ഒരു വാർഡിലെ മുഴുവൻ ആളുകളെയും, അല്ലെങ്കിൽ ഒരു വാർഡിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മുഴുവൻ ആളുകളെയും അറിയാവുന്ന വിവിധ മേഖലയിലുള്ള ആളുകൾ കൂടിയിരുന്നാൽ മാത്രമേ നമുക്കത് തയ്യാറാക്കാൻ പറ്റൂ. കാരണം ഞാൻ എൻ്റെ വാർഡിൽ, ഞാൻ ഇളമാട് വാർഡിൽ താമസിക്കുന്ന ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്നൊരു വാർഡാണ്. അവിടെ ഒരു സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 3-4 ദിവസം കൊണ്ടേ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതുവരെ എഴുതുന്ന നമ്മുടെ പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ മാത്രമേ തയ്യാറാക്കാൻ കഴിയുള്ളൂ. കാരണം എനിക്ക് മേളിൽ ചോദ്യം വരും, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ വാർഡിൽ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കി കൊടുത്തില്ല എന്ന് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഞാൻ രാത്രി ഇരുന്ന് തയ്യാറാക്കിയേ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടമയാണ്, നമ്മൾ ഈ പാർട്ടിയോട് ചെയ്യേണ്ടതാണ്, നമ്മുടെ ഡെഡിക്കേഷനാണ് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ സമ്മേളനം പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ സമാന്തര വോട്ടർ പട്ടികയുടെ പഠനം നടത്തുകയും 26-ാം തീയതി ഇത് തയ്യാറാക്കി ഇത് മണ്ഡലത്തിൽ കൊടുക്കുകയും ചെയ്യണം. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്കൊരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നതിനുള്ളൊരു അവസരവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇക്കാര്യത്തിൽ വളരെ ഉയർന്ന ഒരു ചിന്തയും പ്രവർത്തനവും ഉണ്ടാകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആമുഖമായി പറഞ്ഞു. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇവിടെ ചേട്ടനൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് കഴിയുമ്പോൾ പരിപാടികളുണ്ട്, അതിൽ പോകത്തക്കോണം പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് പറഞ്ഞത് ഈ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമുക്ക് ഇനി നമ്മൾ ഈ ചടങ്ങുകൾ ഈ പഞ്ചായത്തിന്റെ ഇൻചാർജാണ്. ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഈ പഞ്ചായത്തിന്റെ ചുമതലയും ഞാനുണ്ടാവും. അപ്പോൾ തുടർന്നും ഈ വാർഡിലുണ്ടാവും, എല്ലാ വാർഡുകളിലും സഞ്ചരിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് ഈ മഞ്ചേഷുണ്ട്, ഹരിയുണ്ട്, ഇവർക്ക് സംസാരിക്കാവുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയും, മറ്റ് സംഘടനാ കാര്യങ്ങളെ പറ്റി അവർ പറയുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുന്നതിനും ആ യോഗം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടായതിലും ഞാൻ വളരെ സന്തുഷ്ടനാണ്. എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഔപചാരികമായി യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ വാർഡിൻ്റെ കൺവീനർ സുരേഷ് അവർ, അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സംസ്ഥാന കൗൺസിൽ അംഗം വിജയമോഹൻ സർ അവർ, സ്വാഗതം പറഞ്ഞ വാർഡിൻ്റെ ഇൻചാർജ് ജയമോഹൻ നായർ അവർ, അതുപോലെ ഇവിടെ ആശംസ അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം ട്രഷറർ എം ഹരികുമാർ അവർ അടക്കം ഈ യോഗത്തിൽ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹപ്രവർത്തകർ,
നമുക്കറിയാം, വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ കുറച്ച് നാളുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയെ പേര് ചേർക്കാൻ നമ്മൾ വളരെ മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വാർഡ് കൺവെൻഷൻ പോലുള്ള പരിപാടികൾ നമ്മൾ ആണ് ആദ്യം ആരംഭിച്ചിരിക്കുന്നത്. മറ്റു പാർട്ടിക്കാരൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും BJP ആരംഭിച്ചു കഴിഞ്ഞു ബഹുദൂരം മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ്, ഒരു യുദ്ധത്തിനാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ലക്ഷ്യം പലതാവരുത്, ഒന്ന് മാത്രമേക്കാവും, വിജയം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മഹാഭാരതത്തിലെ ദ്രോണര് പഞ്ചപാണ്ഡവർക്ക് ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം അന്ന് ദൂരെയുള്ള ഒരു മരത്തിൽ, ഒരു വൃക്ഷത്തിൽ ഒരു കിളിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പാണ്ഡവർ ഓരോരുത്തരായിട്ട് പറഞ്ഞു, നിങ്ങൾ ആ കിളിയെ ലക്ഷ്യം വെച്ച് അമ്പ് ഉന്നം വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം യുധിഷ്ഠിരൻ ഉന്നം വെച്ചു. യുധിഷ്ഠിരനോട് ചോദിച്ചു, യുധിഷ്ഠിര, നീ ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ആ മരം കാണുന്നുണ്ട്, അതിന്റെ ശിഖരങ്ങൾ കാണുന്നുണ്ട്, അതിന്റെ കാ കാണുന്നുണ്ട്, പൂ കാണുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു കിളിയും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ഭീമനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, മരം കാണുന്നുണ്ട്, ഇലകൾ കാണുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു കിളിയും അതിന്റെ ചിറകുകൾ ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവരെല്ലാം ഇതുപോലെയാ പറയുന്നത്, ഓരോ മറ്റുള്ള കാര്യങ്ങളും കൂടെ ചേർത്താ പറയുന്നത്. പക്ഷെ അർജുനനോട് ചോദിച്ച സമയത്ത് അർജുനൻ പറഞ്ഞു, ഞാന് ആ ഒരു കിളിയുടെ കണ്ണ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ ലക്ഷ്യം വെച്ചത്, അർജുനൻ ഉന്നം പിടിച്ചത് കിളിയുടെ കണ്ണിനാണ്. മറ്റൊന്നും അർജുനൻ കണ്ടില്ല. മരത്തിനെ കണ്ടില്ല, ശിഖരത്തിനെ കണ്ടില്ല, വൃക്ഷത്തെ കണ്ടില്ല, കായെ കണ്ടില്ല, പൂവിനെ കണ്ടില്ല. അർജുനൻ കണ്ടത് ആ കിളിയുടെ കണ്ണിനെയാണ്. ആ കിളിയുടെ കണ്ണിനെ ലക്ഷ്യമാക്കി അർജുനൻ അമ്പ് ചെയ്തു. ആ അമ്പ് മാത്രം ലക്ഷ്യം കൊണ്ടു അർജുനൻ ആ കിളിയെ എയ്തിരുന്നതിൽ വിജയിച്ചു. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ലക്ഷ്യം, വിജയം മാത്രമായിരിക്കും. മറ്റൊന്നും നമ്മുടെ മുന്നിൽ തടസ്സങ്ങളായിട്ട് വരരുത്. ഞാനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനം, മറ്റുള്ളവരെ മുമ്പ് കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അങ്ങനെ കാണിക്കുമ്പോഴേക്കും അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുമ്പോഴത്തേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഞാൻ നടത്തുന്ന പ്രവർത്തനം, ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നുള്ള വ്യതിചലനം ഉണ്ടാവും, ആ ലക്ഷ്യത്തിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടാവും. എന്റെ ഒരു ഇമേജിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇമേജ് വിഷയങ്ങളെല്ലാം മാറ്റിവെച്ച് കൂട്ടായിട്ടുള്ള പ്രവർത്തനം, എല്ലാവർക്കും ക്രെഡിറ്റ് കിട്ടുന്ന തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ വിജയിക്കുവാൻ സാധിക്കും. നിരന്തരം എല്ലാ നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കുരിയോട് മഞ്ചേഷ് കുമാർ, പഞ്ചായത്ത് സമിതിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ BS ഉണ്ണികൃഷ്ണൻ അവർ, സ്വാഗതം ആശംസിച്ച വാർഡിന്റെ ഇൻചാർജ് ശ്രീ ജയമോഹൻ ചേട്ടൻ, മണ്ഡലം സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ പോയടൻ രവിചേട്ടൻ, ശ്രീ ഉദയകുമാർ കുരിയോട്, പഞ്ചായത്ത് സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ ശ്രീകുമാർ, ശ്രീ പോയട സന്തോഷ് കുമാർ, PMSന്റെ കാര്യകർത്തായിട്ടുള്ള ശ്രീ പ്രദീപ് ലാൽ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാര്യകർത്തായിട്ടുള്ള ശ്രീ രാജേഷ് പോരേട, എല്ലാവർക്കും സാദര നമസ്കാരം. നമ്മുടെ 4:30 എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ 5 മണി കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ 5 മണിക്ക് നമ്മൾ ജംഗ്ഷനിൽ നമ്മുടെ ഇവിടുത്തെ മുതിർന്ന കാര്യകർത്താവും നമ്മുടെ ഈ തിരുവമ്പാത്തിന്റെ ഒരു വികസന സമിതിയുടെ തന്നെ ആജീവനാന്തമായിട്ടൊരു കൺവീനറുമായിരുന്നു നമ്മുടെ പുത്തമ്പുരയിൽ വിജയൻ ചേട്ടൻ. ഏത് കമ്മിറ്റി വന്നാലും ചേട്ടനായിരിക്കും മുഖ്യ ഒരു കാര്യകർത്താവെന്ന് പറയുന്നത്. അദ്ദേഹത്തെ പിന്നിൽ അണിനിരുന്നാണ് നമ്മൾ ഈ തിരുവമ്പാ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം വരെ 2ാം സ്ഥാനത്ത് എത്തിച്ചതും വിവിധ വിഷയങ്ങൾ ഇടപെട്ടതും എല്ലാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുണ്ടായ ആ നിര്യാണത്തിൽ നമ്മൾ ഈ സമയത്ത് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആണ് ഈ പരിപാടി നമ്മൾ നടത്തിയത്. കാര്യം നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ നമ്മൾ വിജയമോഹൻ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പുഷ്പാർച്ചന നടത്തി ആയിട്ടാണ് നമ്മളവിടെ പതാക ഉയർത്തിയത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ പരിപാടിക്ക് വനിതകളില്ലായിരുന്നെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ ചെന്ന ആ ചേച്ചിയെ കണ്ട് ചേച്ചി കുറേ അത് നിറഞ്ഞ കണ്ണീരോടെ നമ്മുടെ ഈ പതാക ഉയർത്തുന്ന ആ കൊടിമരത്തിൻ്റെ അടുത്തേക്ക് ആ ചേച്ചി വരികയും ചെയ്തു. ചേച്ചി പുറത്തോട്ട് ഇതുവരെ അങ്ങനെ വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകരോട് പറയണം എന്നെയൊക്കെ എന്നും കാണുന്നതാണ് ചേച്ചി ഇതുവരെ ആ ഒരു അതിൽ നിന്ന് വളരെ കാര്യം പെട്ടെന്ന് ആകസ്യമായിട്ടുള്ള ഒരു മരണമായിരുന്നു വിജയൻ ചേട്ടൻ്റെ. അപ്പോൾ ചേച്ചിയും കൂടെ ഞങ്ങളെല്ലാം ചേർന്ന് ആ സ്മൃതി കൂടിയെത്തി പുഷ്പാർച്ചന ചെയ്തതിന് ശേഷം ഞങ്ങൾ കൂടെ കയറി വന്ന് ആ പതാക ഉയർത്തുമ്പോൾ അവിടെ വന്ന് നിൽക്കുകയും
ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ സമാരംഭിച്ചത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സഭയിൽ പ്രസിഡന്റ് ഒരു അത്യാവശ്യ ഒരു കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ട് ഏതെങ്കിലും സമയം എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് നമ്മൾ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് കമ്മിറ്റിയിലാണ്. ഇന്ന് നമുക്ക് സംസ്ഥാന സമിതിയിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ആർക്കും ഒരു ഡേറ്റും സമയമല്ലേ സാറേ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ തിരുവമ്പാകം വാർഡിന്റെ ഈ വാർഡ് വികസന സമിതിയിലും ഈ 20 അംഗ കമ്മിറ്റിയിലും അതിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെയും എല്ലാവരും ഇതിൽ ഭാഗമാക്കിക്കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള എല്ലാ ഭാവി പരിപാടികൾക്കും നമ്മളെല്ലാവരും സഹകരിച്ച് നിൽക്കണം. നമ്മുടെ ഏതാണ്ട് 30ഓളം പേരെ തിരുവമ്പാകം വാർഡിൽ നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. ഇനി ഒരു കാര്യങ്ങളോട് നിങ്ങൾ അറിയാനുണ്ട്. നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ നമ്മുടെ 16 വാർഡിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത, അതുപോലെ കഴിഞ്ഞ വർഷവും ഇതിനു വേണ്ടി നമ്മളെ അക്ഷീണം നമ്മളെ സഹായിച്ച നമ്മുടെ പഞ്ചായത്ത് സമിതി അംഗം നമ്മുടെ ശ്രീകുമാർജി തന്നെയാണ്. അദ്ദേഹമാണ് നിങ്ങൾ അറിയില്ല, ഈ വീട്ടിന്റെ തന്നെ ഒരു ഏറ്റവും അടുത്ത ബന്ധുവാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ വോട്ടർ പട്ടികയിൽ എല്ലാ വർഷവും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു അക്ഷയയിൽ പോയാൽ 70 രൂപ വേണം നമ്മളൊരു പ്രിന്റ് എടുത്ത് കയ്യിൽ തരണമെങ്കിൽ. ഇത് ചേട്ടൻ്റെ സേവനത്തിൽ നമ്മൾ എല്ലാ വാർഡിലും ഇപ്പം ഇനിയും വരുന്ന ഒഴിവുകളിൽ പറഞ്ഞാൽ മതി, അത് സാധനം എത്തിച്ചു കഴിഞ്ഞാൽ അത് പ്രിന്റാക്കി നമ്മുടെ കയ്യിൽ തരുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മളോട് സഹകരിക്കുന്ന പഞ്ചായത്ത് സമിതി അംഗം ഈ ശ്രീകുമാർജിക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ മൂലങ്കോട് വാർഡ് വികസന സമിതി സമ്മേളനമാണ്. നമ്മൾ പരമാവധി ആൾക്കാർ നടന്ന ട്യൂഷൻ സെൻറ്ററിൽ വെച്ചാണ് അവിടെയും പങ്കെടുത്ത് പരിപാടികൾ നമ്മൾ അങ്ങോട്ടുള്ള മറ്റന്നാൾ പോരേടമാണ്. പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിക്കണം. സമാപന സമ്മേളനം നമ്മുടെ ചടയമംഗലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അത് ആലോചിച്ച് അതിനുള്ള ഡേറ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സമാപന സമ്മേളനം ചടയമംഗലം ജംഗ്ഷനിൽ വെച്ചായിരിക്കും. അതുവരെയുള്ള എല്ലാ പരിപാടികൾക്കും അതിന് തുടർന്നുള്ള നമ്മുടെ ഇലക്ഷൻ വർക്കിന് എല്ലാവരും ബന്ധപ്പെടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്റ്റേജിൽ വേദിയിലിരിക്കുന്ന ആരാധരായ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജില്ലാ നേതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും സ്നേഹ നമസ്കാരം. നമുക്കറിയാം, വൈകിയ വേളയിലാണെങ്കിലും എനിക്കിവിടെ എത്താനും സാധിച്ചു. നേരത്തെ നമ്മുടെ ആരാധരായ നേതാക്കൾ വളരെ ഏറെ എല്ലാ കാര്യങ്ങളും ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം സമയം ഇത്രയും ദീർഘിച്ചത് കൂടുതലൊന്നും ഞാൻ ഈ വൈകിവേളയിൽ പറയുന്നില്ല. നമുക്കറിയാൻ സാധിക്കും, ഇന്നു മുതൽ 16-ാം തീയതി വരെയാണ്, അടുത്ത മാസം 16-ാം തീയതി വരെയാണ് നമ്മുടെ നമ്മുടെ കൺവെൻഷൻ കമ്മിറ്റികൾ നടക്കുന്നത്, സമ്മേളനങ്ങൾ നടക്കുന്നത്, വാർഡ് തല സമ്മേളനങ്ങൾ. ഈ സമ്മേളനങ്ങളുടെ അവസാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16-ാം തീയതി ടൗൺ സമ്മേളനമാണ് നടക്കുന്നത്. ടൗൺ വാർഡിൻ്റെ സമ്മേളനം ചടയമംഗലത്ത് വെച്ചായിരിക്കും നടക്കുന്നത്. ഈ പരിപാടി കഴിയുമ്പോഴേക്കും നല്ലൊരു പൊതു യോഗത്തോടു കൂടിയായിരിക്കും പരിപാടിയുടെ സമാപന സമ്മേളനം. നമ്മുടെ എല്ലാ പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. നമുക്കറിയാൻ സാധിക്കും, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 45 വർഷക്കാലമായി സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ കഴിഞ്ഞ 40-45 വർഷക്കാലമായി ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് തന്നെ നമുക്കറിയാൻ സാധിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതൽ വളരെയേറെ ശക്തമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും ചടയമംഗലം പഞ്ചായത്തിലെ ശക്തമായ പ്രതിപക്ഷ സ്ഥാനത്ത് വരെ അരങ്ങേറി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം നാളിതുവരെ ശക്തമായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും അല്ലെങ്കിൽ സംഘത്തിന്റെയും പരിവാർ പ്രസ്ഥാനങ്ങളുടെയും ശക്തമായ പ്രവർത്തനത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ച ഒരു സ്ഥലമാണ് ചടയമംഗലം. അത് ഇനി വരുന്ന കാലഘട്ടങ്ങളിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ നമ്മളെല്ലാം ഒരുമിച്ച് ഒരേ സ്വരത്തിൽ വർക്ക് ചെയ്താൽ നമുക്കറിയാൻ സാധിക്കും, 11 സ്ഥലത്ത് 2ാം സ്ഥാനം, 3 സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചടയമംഗലം പഞ്ചായത്തിന്റെ വിവിധമായ എല്ലാ പ്രദേശങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
നമുക്ക് ഓർത്താൽ മനസ്സിലാവും. ഏകദേശം ആദ്യ കാലഘട്ടങ്ങളിൽ ശിവദാസൻ ചേട്ടൻ മത്സരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ സാധിക്കും, പൂങ്കോട്, കല്ലുമല, അക്കോണം ആ ഭാഗങ്ങളിലെ ഒറ്റ വാർഡായിരുന്നു നമുക്ക് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിൽ നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ അത്തരത്തിലൊരു മുഴുവൻ സ്ഥലങ്ങളിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജഗദീശ്വരൻ നമുക്ക് എല്ലാ കരുണയും ഉണ്ടാവട്ടെ, അതിനുവേണ്ടി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഈ സമ്മേളന നടപടികളുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. 20 അംഗങ്ങളുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ വാർഡിലും നമുക്ക് രൂപീകരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം കൂടെ ആലോചിച്ചാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്. 20 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ്. നമുക്കെല്ലാം അറിയാം ഇതാരൊക്കെയാണ് എന്നുള്ളത്, നമുക്കെല്ലാം അറിയാം. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി നമ്മൾ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് 20 അംഗ കമ്മിറ്റിയാണ്. അതിനകത്ത് ആദ്യം വോട്ടർ പട്ടിക, അതിന്റെ ചുമതല ശ്രീ വിജയൻ, സമ്പർക്കം ശ്രീ ഗിരീഷ്, 3 കീ വോട്ടർമാർ രമേശൻ നായർ, കേന്ദ്ര പദ്ധതിയിൽ ഗുണഭോക്താക്കളെ സമ്പർക്കം ചെയ്യുന്നത് ബാബു, മഹിളകൾ അശ്വതി, മുതിർന്ന വോട്ടർമാർ രവീന്ദ്രൻ ആചാരി, യുവാക്കൾ ജിത്തു, കന്നി വോട്ടർമാർ രാജേഷ് കുമാർ, നിഷ്പക്ഷ വോട്ടർമാർ ഷാജി, SC/ST അജയൻ, സ്ഥലത്തില്ലാത്ത വോട്ടർമാർ ഹരിദാസ്, പാർട്ടിയിലേക്ക് പുതിയ ആളുകളെ ചേർക്കൽ ഷൈജു, കുറ്റപത്രം അല്ലെങ്കിൽ വികസന രേഖ ജയമോഹൻ നായർ. എന്ന് പറഞ്ഞാൽ വികസന രേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ച വാർഡുകളിലാണ് പിന്നെ വികസന രേഖ ഉണ്ടാക്കേണ്ടത്. അടുത്ത് കുറ്റപത്രമാണ്. അടുത്ത് പ്രചരണം രതീഷ്, സാമ്പത്തികം ശ്രീജിത്ത്, കുടുംബയോഗം ബിജു, ഓഫീസ് ഷൈജു, BLA സിജു, കന്നി വോട്ടർമാർ ഉദയ്. ഇങ്ങനെയാണ് 20 പേരുടെ ഇതാണ്. നമ്മളിതെല്ലാം കൂടെ ചേർന്ന് നമുക്കിത് ഈ വാർഡ് സമ്പുഷ്ടമാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. പറയുന്നത് ഈ വാർഡിന്റെ സെക്രട്ടറി പറഞ്ഞു അവസാനിപ്പിക്കും. സഹസ്രവഹിക്കുന്ന സഹപ്രവർത്തകരെ, നേതാക്കന്മാരെ, വാർഡിന്റെ കമ്മിറ്റിയാണ് നടന്നത്. ഇതിന്റെ പങ്കെടുത്ത എല്ലാവർക്കും വാർഡ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളു. ശ്രീ വിഷൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രണാമം. ലൈക്ക് ബട്ടൺ അമർത്താനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പ്രധാനമായി ശ്രീ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ പുതിയ വാർത്താ അപ്ഡേറ്റുകളും പ്രത്യേക റിപ്പോർട്ടുകളും ലഭ്യമാകും.